വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പലവിധ കലാപരിപാടികളും കളികളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല എൻഗേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ വെക്കേഷനായിട്ട്. ഇതുപോലെ പറമ്പിലുണ്ടായിരുന്ന ഒരു കമ്പി ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് തോട്ടി പോലെ ആക്കി ഉപയോഗിച്ചതായിരുന്നു. ഞാനത് വളയ്ക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഇതിനൊന്ന് ശരിയാക്കി വളച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ വരുതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ യൂഷ്വലി 2 സാരി അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ടെൻ്റ് ഹൗസ് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ഇപ്രാവശ്യം ടെൻ്റ് ഉണ്ടാക്കുന്നത് മുറ്റത്തല്ല, അസൽ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഉമ്മർത്ത് തന്നെയാണ്. അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടാലും നല്ല വെന്റിലേഷനൊക്കെ ഉള്ള ഉമ്മർത്താണ് നമ്മളതൊരു ചെറിയ ടെൻറ്റ് പണിയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ബോറടി തുടങ്ങും. അപ്പോൾ ഈ പല കളികളിൽ നിന്നൊരു വ്യത്യസ്തത ഇടയ്ക്കൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ കമ്പിയുടെ അടിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഈ ഉമ്മറത്ത് ഇഷ്ടം പോലെ കഴുക്കോലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിത് ഇതൊക്കെ കെട്ടാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ കമ്പീനെ ഞാൻ വളച്ചെടുത്തത്. ഇനി നമ്മളിതാ സാരി ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഷേപ്പിൽ നല്ല കുഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറയുന്ന ഒരു തരം ടെൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യം കേട്ടോ. അത്യാവശ്യം 2-3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല കൂളായിട്ടുള്ള ഒരു സ്പേസ്. പിന്നെ നമുക്ക് പുറത്തൊന്നും അങ്ങനെ കെട്ടിക്കൊടുക്കാനായിട്ട് സേഫും അല്ല. പല ഇഴജന്തുക്കളൊക്കെ കയറിയാലും നമുക്കറിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മുടെ കൺവെർട്ടർ തന്നെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഐറ്റം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സൈഡൊക്കെ ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ചുരുട്ടി വെക്കുന്നുണ്ടോ. ഇതെന്തായാലും കുറേ നാളേക്കൊന്നും പറ്റില്ല. കുറച്ച് നാൾ അവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എടുത്ത് അഴിച്ചു മാറ്റാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ കമ്പിയൊക്കെ നല്ല സേഫായിട്ട് നമ്മൾ തുണിയുടെ ഉള്ളിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലത്തെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് അതുപോലെ ഒരു കുട്ടി വീടിൻ്റെ ഉള്ളിൽ കളിക്കുക എന്നുള്ളത് ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ തരുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്തു കൊടുത്ത കാര്യമാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ അവസാനത്തെ മിനുക്ക് പണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ റൗണ്ട് ഷേപ്പൊക്കെ ഉള്ളിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് ഇരിക്കാനായിട്ട് കുറച്ച് കുഷ്യൻ സെറ്റപ്പും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തലയണയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രി ആകുമ്പോഴേക്കും എന്തായാലും മാറ്റേണ്ടി വരും. കാരണം രാവിലെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുഷ്യൻ സെറ്റപ്പ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അടിയിൽ പായും അതുപോലെ ഒരു പുതപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ കെട്ടിയൊരു ഊഞ്ഞാലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ. ഈ ഊഞ്ഞാലൊക്കെ വെക്കേഷൻ സെറ്റപ്പ് മാത്രമാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഴിച്ചു വെക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ കെട്ടും ചെയ്യാം. അപ്പോൾ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ കടന്നു നോക്കട്ടെ കേട്ടോ. നല്ല കളറായിട്ടുണ്ടല്ലേ. ഒരു ലൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നല്ല ആ വെയിലിൻ്റെ കളറൊക്കെ കാരണം ഒരു നല്ല ഷെയ്ഡൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതായിരുന്നു നോക്കി. നല്ല സോഫ്റ്റൊക്കെയാണ്. അത്യാവശ്യം സമയം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉഷ്ണിക്കുന്നുള്ള കാര്യം പേടിക്കാനില്ല. തൊട്ട മുകളിൽ തന്നെ ഫാനും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാറ്റൊക്കെ കിട്ടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റും. അതിന് മുന്നിലാണെങ്കിൽ ഇതുപോലെ ഇരുന്നാടാനായിട്ട് ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഊഞ്ഞാലാടി കളിക്കാം. പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ടൈം അത് വെച്ച് കളിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏതാണ്ട് എന്തെങ്കിലുമൊക്കെ ബോറടിക്കുമ്പോൾ പിന്നെ ഒന്നും പുതിയത് ട്രൈ ചെയ്യാൻ. അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. എന്തായാലും ഒരു ടെൻറ്റ് ഹൗസെങ്കിലും ഒരു വെക്കേഷനിൽ ആഗ്രഹിക്കാത്ത പിള്ളേരുണ്ടാവില്ല.